ശ്രീനാരായണീയരുടെ കുലത്തൊഴിൽ എന്താണ് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? എന്തായിരിക്കും? അങ്ങനെ പറയുള്ളൂ. പക്ഷേ ഉത്രാടം തിരുനാൾ മഹാരാജാവിന്റെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിൽ ആദ്യമായി ഒരു സെൻസസ് നടക്കുന്നത്. ആ സെൻസസിന്റെ കണക്കെടുക്കുമ്പോൾ ആ സെൻസസിൽ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. തിരുവിതാംകൂറിൽ ഈഴവർ എന്ന് പറയുന്ന ഒരു ജനസമൂഹം താമസിക്കുന്നുണ്ട്. അവരിൽ സംസ്കൃത പണ്ഡിതരും പുരോഹിതന്മാരുമുണ്ട്. അതിൽ 1000 പേരെ എടുത്താൽ അതിൽ 200-ലധികം ആളുകൾ നെയ്ത്ത് തൊഴിലാക്കിയ ആളുകളാണ്. 150-ലധികം വരുന്ന ആളുകൾ സ്വന്തമായി കൃഷിയിടമുള്ള ജന്മികളാണ്, സമ്പന്നരായ ആളുകളാണ്. ഏകദേശം 100-ലധികം സംസ്കൃത പണ്ഡിതരും ആയുർവേദ വൈദ്യന്മാരും ഈ സമുദായത്തിലുണ്ട്. 10 പേർ ചെത്ത് തൊഴിലാക്കിയവരാണ്. പക്ഷെ ഇന്നും നമ്മളെ കുറിച്ച് ചരിത്രം പറയുമ്പം നമ്മുടെ കുലത്തൊഴില് ചെത്താണ് എന്ന് മനഃപൂർവ്വം വരുത്തി തീർക്കുവാനുള്ള ആളുകളുടെ മുന്നിൽ നിന്ന് ധൈര്യം ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ ഇത്തരം പഠന ക്ലാസ്സുകളിൽ നിന്ന് പഠിച്ചെടുക്കുന്ന കാര്യങ്ങളുമായി നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം. കിട്ടുന്ന വേദികളിലൊക്കെ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുവാൻ നമ്മൾ തയ്യാറാകണം. ഇപ്പൊ ഇന്ന് ഈ ശാഖയിൽ വന്നപ്പോ അനുഭവപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുന്നിലുള്ള കസേരകൾ ആദ്യമേ തന്നെ നിറഞ്ഞു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. എവിടെയും ചെന്നാൽ മുന്നിലിരിക്കുവാനുള്ളൊരു മനസ്ഥിതി അത് നമുക്ക് എന്താ പറയുക, ജന്മന കിട്ടിയിട്ടുള്ളതാണ്. അത് ധൈര്യപൂർവ്വം നമുക്ക് അവതരിപ്പിക്കണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ പൂർവികർ ഒന്നിനും പിറകിലായിരുന്നില്ല. ആ ചരിത്രം തുറന്നെഴുതിയാൽ അല്ലെങ്കിൽ ആ ചരിത്രം പുറത്തേക്ക് വന്നാൽ പല ആളുകൾക്കും മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ചരിത്രം മനഃപൂർവ്വം വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നവരുടെ മുന്നിലേക്ക് നമ്മൾ കുതിച്ചിറങ്ങണം. വേറൊരു കാര്യം മനസ്സിലാക്കിയാൽ ഇപ്പൊ ഏത് ശാഖകളിൽ ചെന്നാലും ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. അവിടെ പുതിയതായിട്ടൊരു തിരുവാതിര കളി സംഘം ഉണ്ടാവും. ഇവിടെ ഉണ്ടോ? ഉണ്ടല്ലേ? നല്ല കാര്യമാണ്. കാരണം നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും ഒക്കെ ഒരു എക്സർസൈസാണത്. കാരണം പഴയ നാടൻ കലകൾ പുനരുദ്ധരിക്കുന്നത് വഴി അവർക്ക് സാധാരണ എക്സർസൈസ് ഒക്കെ ചെയ്യാൻ പറഞ്ഞാൽ ആരും തയ്യാറില്ല. പക്ഷെ തിരുവാതിര കളിക്കാനോ കൈയൊട്ടിക്കളി കളിക്കാനോ ഒക്കെ വിളിച്ചാൽ നമ്മുടെ കുട്ടികൾ ഉൾപ്പെടെ ചാടി ഇറങ്ങി വരും. പക്ഷേ ഇവിടെ ഒരു പ്രാർത്ഥനാ സംഘം ഉണ്ടോ? ഒരു ഭജന സംഘം? അതിവിടെ മാത്രം ഒതുങ്ങിപ്പോവാണോ ചെയ്യുന്നത്? ഈ തിരുവാതിര കളിക്കാൻ പോകുന്ന പോലെ വേദികൾ സൃഷ്ടിച്ച് നിങ്ങൾ അവിടെയൊക്കെ എത്തി ഗുരുദേവ കൃതികൾ ചൊല്ലുവാൻ ശ്രമിക്കാറുണ്ടോ? ഉണ്ടാകാറില്ല. അതിലാണ് നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത്. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് ഭക്തി നിർഭരവും അർത്ഥസമ്പുഷ്ടവുമായ ധാരാളം കൃതികൾ, ഇന്ന് കണ്ടെടുത്തിയിട്ടുള്ള 64-ൽ പരം കൃതികൾ നമ്മുടെ കയ്യിലുണ്ട്. ഈ കൃതികൾ നല്ല ഈണത്തിൽ വളരെ ശ്രുതിമധുരമായി ചൊല്ലുവാൻ കഴിവുള്ളവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. പക്ഷേ ഒരു പരവാസ്തോലി വീട്ടിൽ ചെന്നാലോ ഒരു കല്യാണ വീട്ടിൽ ചെന്നാലോ അല്ലെങ്കിൽ ഒരു മരണ വീട്ടിലെത്തിയാലോ വളരെ വികൃതമായ രീതിയിൽ ഈ കൃതികൾ ചൊല്ലുന്നതാണ് നമ്മൾക്ക് കേൾക്കുവാൻ സാധിക്കുന്നത്. അത് കേൾക്കുന്നവന്റെ മനസ്സിൽ ഒരു വികാരവും ഉണ്ടാകുന്നില്ല, ഇത് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടാകുന്നില്ല. പക്ഷേ പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ശാഖകളിൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ പ്രാർത്ഥനാ സംഘങ്ങൾ ഉണ്ടാവുകയും നമ്മുടെയൊക്കെ വീടുകളിൽ നടക്കുന്ന വിവാഹത്തിലും അല്ലെങ്കിൽ പെരവാസ്തോലിയിലും മരണ ചടങ്ങുകളിലുമൊക്കെ വളരെ അർത്ഥം തിരിച്ചറിയുന്ന രീതിയിൽ ശ്രുതിമധുരമായി ഈ കൃതികൾ പകർന്നു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ചൊല്ലിക്കേൾക്കുന്ന മറ്റ് ആളുകളുടെ മനസ്സിലേക്ക് ഈ കൃതികൾ ഇങ്ങനെ കടന്നു ചെല്ലുന്ന ഒരവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അവരുടെയൊക്കെ ഹൃദയത്തിലേക്ക് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനം ഈ കൃതികളുടെ രൂപത്തിൽ കടന്നു ചെല്ലുമ്പോൾ അവര് വീട്ടിലിരുന്ന് ചിന്തിക്കും, ഭഗവാൻ അവർ ചൊല്ലിയ ആ ശിവഭക്തിഗാനം, അല്ലെങ്കിൽ അവർ ചൊല്ലിയ ദേവി ഭക്തിഗാനം, അല്ലെങ്കിൽ സുബ്രഹ്മണ്യ ശ്ലോകം, എത്ര രസമാണത് കേൾക്കാൻ. സ്വാഭാവികമായിട്ടും അത് പഠിക്കുവാനുള്ളൊരു മനസ്ഥിതി അവരുടെയൊക്കെ മനസ്സിലേക്ക് എത്തിച്ചേരും. അവരത് പഠിക്കുമ്പോൾ അവരുടെയൊക്കെ ഹൃദയങ്ങളിലേക്ക് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ആഴത്തിൽ ഇറങ്ങി ചെല്ലും. ഇതാരാ ചെയ്യേണ്ടത്? ഞാനും നിങ്ങളുമടങ്ങുന്ന നമ്മൾ ഓരോരുത്തരുടെയും ഒരു കടമയായിട്ട് മാറണം.